2008 മലേഗാവ് സ്ഫോടനക്കേസിൽ 17 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. കേസിന്റെ നാൾ വഴിയിലേക്ക്. നാസിക്കിലെ മലേഗാവിൽ 2008 സെപ്റ്റംബർ 29 രാത്രിയാണ് സ്ഫോടനമുണ്ടായത്. ബൈക്കിൽ കെട്ടിവെച്ച ബോംബ് പൊട്ടിത്തെറിച്ച് 6 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. ആദ്യം കേസ് അന്വേഷിച്ച ഹേമന്ത് കർക്കറുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് 11 പേരെ അറസ്റ്റ് ചെയ്തു. ഭോപ്പാലിൽ നിന്നുള്ള മുൻ പാർലമെന്റ് അംഗമായ പ്രഗ്യാ സിംഗ് ഠാക്കൂർ, സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, റിട്ടയർഡ് മേജർ രമേശ് ഉപാധ്യായ്, അജയ് രാഹിക്കർ, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. സ്ഫോടനത്തിനുപയോഗിച്ച മോട്ടോർ സൈക്കിൾ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് ATS കണ്ടെത്തൽ. ലഫ്റ്റനന്റ് കേണൽ പുരോഹിത് സ്ഫോടകവസ്തുക്കൾ ക്രമീകരിക്കാൻ സഹായിച്ചതായും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത യോഗത്തിൽ പങ്കെടുത്തതായും ATS കണ്ടെത്തി. എന്നാൽ ഇരുവരും കുറ്റം നിഷേധിച്ചു. 2011 കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. 2018 വിചാരണ തുടങ്ങി. വിചാരണയ്ക്കിടെ കോടതി 323 പ്രോസിക്യൂഷൻ സാക്ഷികളെയും 8 പ്രതിഭാഗം സാക്ഷികളെയും വിസ്തരിച്ചു. കേസിലെ അന്തിമവാദങ്ങൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവസാനിച്ചു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.